പുന്നിയൂരിലെ ആലാപാലം പ്രദേശത്ത് കാടുപിടിച്ചു കിടക്കുന്ന പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ശ്മശാനം ആധുനിക രീതിയിൽ നവീകരിച്ച് നാടിന് സമർപ്പിക്കണമെന്ന ആവശ്യവുമായി പഞ്ചായത്തിലെ മരണാനന്തര സമിതികളുടെ ഭാരവാഹികൾ രംഗത്ത്. പുന്നിയൂർകുളത്ത് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു അവർ. പഞ്ചായത്തിലെ ആലാപാലം പ്രദേശത്ത് 5 പതിറ്റാണ്ടായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്മശാനം നവീകരിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പഞ്ചായത്തിലെ ജനസംഖ്യയുടെ 1/3 വരുന്ന ജനവിഭാഗങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിലൊന്നാണിത്. 3 സെന്റിലും 4 സെന്റിലും താമസിക്കുന്നവരും സ്വന്തമായി മരണാനന്തര സംസ്കാരം നടത്തുവാൻ സൗകര്യമില്ലാത്തവരും മഴക്കാലമായാൽ വെള്ളക്കെട്ടിൽ താമസിക്കുന്നവരുമായ സാധാരണക്കാരുടെ ആവശ്യമാണിതെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. പുന്നിയൂർകുളം, ഗുരുവായൂർ, ചാവക്കാട് ശ്മശാനങ്ങളിൽ പുന്നിയൂർ നിവാസികൾക്ക് സംസ്കാരം നടത്തണമെങ്കിൽ അവരുടെ ഒഴിവനുസരിച്ച് അനുവാദം ലഭിക്കുന്നതിനുവേണ്ടി കാത്തു കെട്ടിക്കിടക്കേണ്ട അവസ്ഥയുമുണ്ട്. പല മൃതദേഹങ്ങളും സംസ്കാരം നടത്താൻ വൈകിയതിന്റെ പേരിൽ ഫ്രീസറിൽ വെക്കേണ്ടി വരുന്നതിനു പുറമെ മറ്റു പഞ്ചായത്തുകളിലെ ശ്മശാനങ്ങളിൽ സാധാരണക്കാരായ പുന്നിയൂർ നിവാസികൾക്ക് കൂടുതൽ പണം അടയ്ക്കേണ്ടതായും വരുന്നുണ്ട്. ഇത്തരം സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന ആധുനിക വാതക ശ്മശാനം നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചത്. 250 മീറ്റർ ചുറ്റളവിൽ ആൾതാമസം പോലുമില്ലാത്ത നെൽപ്പാടത്താൽ ചുറ്റപ്പെട്ട ഏറ്റവും അനുയോജ്യമായ സ്ഥലത്താണ് നിലവിൽ ശ്മശാനം നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏരിമൽ ക്ഷേത്രം ഭാരവാഹികളുടെ പ്രതിഷേധം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തന്ത്രിയുമായി കൂടിയാലോചന നടത്തുകയും ക്ഷേത്രത്തിന്റെ ചൈതന്യം നഷ്ടപ്പെടാത്ത രീതിയിൽ പരിഹാരക്രിയ ഉള്ളതായും ഇത് പ്രദേശവാസികളുമായി സംസാരിക്കാൻ തയ്യാറാണെന്നും തന്ത്രിയിൽ നിന്നും ഉറപ്പു ലഭിക്കുകയും ചെയ്തിരുന്നുവെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ എത്രയും വേഗത്തിൽ ആധുനിക വാതക ശ്മശാന നിർമ്മാണം ആരംഭിക്കണമെന്ന് മുന്നേനി മരണാനന്തര സമിതി പ്രസിഡന്റ് KC സദാനന്ദൻ, എടക്കഴിയൂർ മരണാനന്തര സമിതി പ്രസിഡന്റ് അപ്പുകുട്ടൻ പുല്ലാനി, ആവിയൂർ തെക്കുഭാഗം മരണാനന്തര കമ്മിറ്റി സെക്രട്ടറി KS വിദ്യാസാഗർ, പ്രസിഡന്റ് KB ജയപ്രകാശൻ, പഞ്ചവടി തീയം മരണാനന്തര കമ്മിറ്റി പ്രസിഡന്റ് രാജൻ താമരശ്ശേരി തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. എത്രയും പെട്ടെന്ന് തീർത്തുകൊണ്ട് അത് ഞങ്ങളുടെ മരണാനന്തര സമിതികളുടെ ആവശ്യങ്ങൾക്കായി എത്രയും പെട്ടെന്ന് തുറന്നു തരണം തന്നെയാണ് ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിയോട് ആവശ്യപ്പെടുന്നത്. കാരണം ഇപ്പോൾ പൊതുവെ പുന്നിയൂർ പഞ്ചായത്തിൽ ഇപ്പോൾ SC വിഭാഗം തിങ്ങി താമസിക്കുന്ന സ്ഥലമാണ് ഒന്ന് പുന്നിയൂർ പഞ്ചായത്തിലെ 18-ാം വാർഡ്. കോളനിയിൽ 1 സെൻറ്റും 1.5 സെൻറ്റ് സ്ഥലത്താണ് ഓരോരുത്തർ ഇപ്പോൾ നിലവിൽ അവിടെ താമസിക്കുന്നത്. അവിടെയൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെ വീടിനകത്ത് പോലും കുഴിച്ചിടാൻ പോലും സ്ഥലങ്ങളില്ല. അന്നത്തെ ദിവസം ഫ്രീസർ മേടിച്ചിട്ട് ആ ഫ്രീസറിൽ വെച്ച് പിറ്റന്നാൾക്കാണ് ആ സമയം കിട്ടുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ചെയ്യണമെന്നാണ് പഞ്ചായത്ത് ഭരണാധികാരികളോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. CCTV ന്യൂസ്, പുന്നിയൂർകുളം.